കൊടുത്തും നാൾക്കുനാൾ നീണ്ട US ചൈന വ്യാപാര യുദ്ധം അങ്ങനെ തീരുകയാണ്. എപെക് ഉച്ചകോടിക്കിടെ ട്രംപും ഷീ ജിൻപിങ്ങും നടന്ന കൂടിക്കാഴ്ചയുടെ ഗതി എന്താകുമെന്നുള്ള ആകാംക്ഷയിലായിരുന്നു ലോകം. 6 വർഷത്തിന് ശേഷമാണ് ഇരു നേതാക്കളും തമ്മിൽ നേരിൽ കാണുന്നതെന്ന് ഓർക്കണം. അതും കലങ്ങി മറിഞ്ഞ തീരുവ തർക്കത്തിനിടെ. എല്ലാം കലങ്ങി തെളിയുമെന്ന ആത്മവിശ്വാസവുമായാണ് ട്രംപ് ചർച്ചയ്ക്കായി ദക്ഷിണ കൊറിയയിലെ ബുസാനിലെത്തിയത്. അമേരിക്കയിൽ നിന്ന് സോയാബീൻ ഇറക്കുമതിക്ക് ചൈന പച്ചക്കൊടി കാട്ടിയപ്പോൾ തന്നെ ഈ ചർച്ച പോസിറ്റീവ് ട്രാക്കിലേക്ക് നീങ്ങുമെന്ന് ഏതാണ്ടൊക്കെ പലരും ഊഹിച്ചിരുന്നു. കാര്യങ്ങൾ അതേപടി തന്നെ സംഭവിച്ചു. വിജയകരമായിട്ടുള്ള കൂടിക്കാഴ്ചയെന്ന് ട്രംപ് തന്നെ വിശേഷിപ്പിച്ച ഷീയുമായുള്ള ചർച്ചയിലൂടെ വ്യാപാര തർക്കം അങ്ങനെ ഉരുകിത്തീർന്നു. ചൈനയ്ക്കുമേൽ ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവ 57-ൽ നിന്ന് 47% കുറയ്ക്കുകയാണെന്ന നിർണായക തീരുമാനവുമുണ്ടായി. തീരുവയിൽ തട്ടിമറിഞ്ഞ ബന്ധത്തിന് അങ്ങനെ തീരുവ ഇളവിലൂടെ ട്രംപ് മുറിവുണക്കിയപ്പോൾ US-ൽ നിന്ന് സോയാബീൻ ഇറക്കുമതി പുനരാരംഭിക്കാനുള്ള നടപടി ചൈനയും കൈക്കൊണ്ടു. ചൈനയ്ക്ക് മേൽ പ്രഖ്യാപിച്ചിരുന്ന ഫെന്റാനിൽ തീരുവ 20-ൽ നിന്ന് 10% US കുറച്ചു. തന്ത്രപ്രധാനമായ ഈ തീരുമാനങ്ങൾക്ക് പിന്നാലെ നയതന്ത്ര സഹകരണം ഊട്ടിയുറപ്പിക്കാൻ ഇരു നേതാക്കളും മുൻകൈയെടുക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം ചർച്ച ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനാൽ ഏപ്രിലിൽ ചൈനയിലെത്താൻ ട്രംപ് തീരുമാനമെടുത്തു കഴിഞ്ഞു. അതിനുശേഷം ഷീയും US-ലെത്തും. അത്ഭുതകരമെന്ന് ട്രംപ് പറഞ്ഞ കൂടിക്കാഴ്ചയിലൂടെ ശരിക്കും അത്ഭുതങ്ങൾ കാണാനാകുമെന്ന് കരുതാം. കാരണം ലോക സാമ്പത്തിക ചട്ടക്കൂട് പോലും ക്രമപ്പെടുത്താൻ ശക്തിയുള്ള ഈ സഹകരണം ആഗോള സാമ്പത്തിക മേഖലയിൽ ഒരുപാട് പോസിറ്റീവ് ചലനങ്ങൾക്ക് വഴിതെളിക്കുന്നതാണ്.